ഹലോ ഗൈസ്, അനിമൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാഗുറാബച്ചിയുടെ ചാപ്റ്റേഴ്സ് 121 മുതൽ 123 വരെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഹൈപ്പ് ഒക്കെ ചെയ്ത് നല്ലൊരു സപ്പോർട്ട് തരിക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെച്ചേക്കണേ. സോ ഇനി ഒട്ടും തന്നെ സമയം കളയാതെ നേരെ നമുക്ക് നമ്മുടെ ചാപ്റ്റേഴ്സിലേക്ക് കിടക്കാം. ഇപ്പോൾ ആ വലിയ ഇരുമ്പുണ്ട വന്ന് ഇടിച്ച ആ ബ്ലാസ്റ്റിൽ ഇരിഷിമ മൊത്തത്തിൽ ചിന്നി ചിതറി കിടക്കുകയാണ്. ഇപ്പോൾ സിറ്റുവേഷൻ അറിയാൻ വേണ്ടിയിട്ട് ഷിബ അരിയു നിന്നിരുന്ന ആ സ്ഥലത്തേക്ക് ടെലിപ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട്. നോക്കുമ്പോൾ ആ അറ്റാക്കിൽ അരിയുവിൻ്റെ ദേഹം ചിന്നി ചിതറി കുറേയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് റീജനറേറ്റ് ആവുന്നുണ്ട്. ഈ അവസരം മുതലെടുത്ത് ഹിരോട്ടോ ഇപ്പോൾ വാള് കൊണ്ട് അരിയുവിന് നേരെ ചെല്ലുന്നുണ്ട്. അരിയു ഇപ്പോൾ അത് കൈകൊണ്ട് തടയുന്നുണ്ടെങ്കിലും അവൻ്റെ ആ ഷോൾഡറിൻ്റെ അവിടെ ചെറുതായിട്ടൊന്ന് മുറിക്കാനായിട്ട് ആ അറ്റാക്കിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അരി ഉപയോഗിച്ച ഈ സുമിക എന്ന് പറയുന്ന പവർ ഡാറ്റൻസക്കിയുടെ എനർജി ഉപയോഗിച്ചിട്ട് ഇവരുടെ ഫൈറ്റ് ചെയ്യുന്ന ആ പരിസരം ഇവർക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള രീതിയിൽ മാറ്റിയെടുക്കാൻ ഉപയോഗിക്കുന്നതാണെന്ന് ഹിരോട്ടോ മനസ്സിലാക്കുന്നുണ്ട്. സോ അവനിപ്പോൾ ആ കുരോത്സുച്ചിയുടെ ഗ്രാവിറ്റേഷണൽ പവർ മാക്സിമം ഉപയോഗിച്ചിട്ട് അരിയുവിനെ താഴത്തേക്ക് ഭൂമിയുടെ അടിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് നോക്കുന്നുണ്ട്. അല്ലാതെ ഇങ്ങനെ സർഫസിൽ നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇവരുടെ അറ്റാക്ക് ഒന്നും ഇവന്റെ ദേഹത്തേശാൻ പോകുന്നില്ല. പക്ഷേ ഹിരോട്ടോ ഇങ്ങനെ താഴ്ക്കാൻ ശ്രമിക്കുമ്പോഴും അരിയു പതുക്കെ ഉയരാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ഷിബ അങ്ങോട്ട് ടെലിപ്പോർട്ട് ചെയ്ത് ചെന്നിട്ട് അരിയുവിൻ്റെ പുറത്ത് പിടിച്ചിട്ട് അവനെ താഴ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ അരിയുവിന് നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നു. അതായത് ഹിരോട്ടോ യൂസ് ചെയ്യുന്നതിൻ്റെ അത്രയും പവർ ഷിബയുടെ ഭാഗത്തു നിന്നും അരിയുവിന് ഫീൽ ചെയ്യുന്നു. ഇപ്പോൾ ഇതിന് കാരണം നമ്മുടെ ഷിബയുടെ ഒരു മന്ത്രവിദ്യയാണ്. ഇറ്റാസുര എന്നാണ് അതിൻ്റെ പേര്. അതായത് ഒരുതരം കൺകെട്ട് വിദ്യ. അതായത് കുറച്ച് നേരത്തേക്ക് അവൻ ടച്ച് ചെയ്യുന്ന ആളെ അവന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള ഹൈറ്റ്, വെയിറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നതിൽ അവർക്ക് എറർ സംഭവിക്കും. സോ ഇപ്പോൾ അതുകൊണ്ടാണ് ഷിബ അങ്ങനെ ഹോൾഡ് ചെയ്തപ്പോൾ അരിയുവിന് നല്ല വെയിറ്റ് അനുഭവപ്പെട്ടത്. പക്ഷേ ഷിബയ്ക്ക് ഇത് ഒരുപാട് നേരം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുമാത്രമല്ല, അരിയു ഇപ്പോഴും ഉയരാനായിട്ട് ശ്രമം നടത്തുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഹിരോട്ടോ ഇപ്പോൾ ആശ്ചര്യപ്പെടുന്നുണ്ട്. മാഷിറോ ആണെങ്കിൽ ഇപ്പോൾ കുറേ ഇരുമ്പിൻ്റെ കഷ്ണങ്ങളും കൂടെ അരിയുവിൻ്റെ നേർക്ക് അടിച്ചിട്ട് അവനെ ബ്ലോക്ക് ചെയ്ത് നിർത്താൻ നോക്കുന്നുണ്ട്. ഹിരോട്ടോ ഇപ്പോൾ വിളിച്ചു പറയുന്നുണ്ട്, എടാ മാഷിറോ, ഈ അവസ്ഥയിൽ ഇനി നീ കൂടുതൽ പവർ യൂസ് ചെയ്താൽ നീ മരിച്ചു പോവും. മാഷിറോ ഇപ്പോൾ പറയുന്നുണ്ട്, മിസ്റ്റർ ഷിബ ഉള്ളപ്പോൾ ഞാൻ എന്തിനാ പേടിക്കുന്നേ? ഞാൻ ചോര വാർന്ന് ചാവുന്നതിന് മുമ്പേ പുള്ളി എന്നെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് ടെലിപ്പോർട്ട് ചെയ്തോളൂ. പിന്നെ അല്ല, ഞാനുണ്ടറാ മോനെ എന്ന് പറഞ്ഞ് ഷിബ ഇപ്പോൾ ചിരിക്കുന്നുണ്ട്. സോ ഇപ്പോൾ ഇവിടെ വെച്ച് ഇവനെ നമ്മൾ തീർക്കുമെന്നും പറഞ്ഞാൽ എല്ലാവരും ഒരു കമ്പൈൻഡ് അറ്റാക്ക് അരിയുവിന് നേരെ ചെയ്യുകയാണ്. യോഷിനോജോ ആണെങ്കിൽ ഇപ്പോൾ വാൾ കൊണ്ട് അരിയുവിന് നേരെ പാഞ്ഞടുക്കുന്നുണ്ട്. ഇപ്പോൾ അരിയു ആണെങ്കിൽ ആ ഡാറ്റൻസക്കിയുടെ പവർ ഉപയോഗിച്ചിട്ട് യോഷിനോജോയെ ചിതറിച്ച് കളയുന്നുണ്ട്. ഒരു 3 വലിയ ഹോള് ദേഹത്ത്, ബോഡി ചിന്നി ചിതറി പോകുന്നു. സോ ഇപ്പോൾ ഷിബ അടക്കമുള്ളവർ മനസ്സിലാക്കുന്നുണ്ട്, ഈ സുമിക്ക എന്ന് പറയുന്ന ഇവരുടെ പവറിന്റെ ചെറിയൊരു സൈഡ് എഫക്റ്റ് മാത്രമായിരുന്നു ഈ അറ്റ്മോസ്ഫിയർ മൊത്തത്തിൽ മാറിയതും ഇവരെല്ലാവരും പവർലെസ് ആയി പോയതും ഒക്കെ. ഇപ്പോൾ അരിയു ഇവിടെ പുറത്തെടുത്തതാണ് സുമിക്കയുടെ റിയൽ പവർ, ശത്രുവിനെ സംഹരിക്കാനുള്ള പവർ. അതും ഒരു പ്രത്യേക തരം സ്പിരിറ്റ് എനർജി റിയാക്ഷനാണ്. അരിയുവിൻ്റെ ദേഹത്തു നിന്ന് ഇപ്പോൾ ഒരുമാതിരി തേളിൻ്റെ രൂപത്തിലുള്ള ഒരു സ്പിരിറ്റ് എനർജി ഇങ്ങനെ അവിടെ മുകളിൽ മുഴുവനായിട്ട് ഉയരുന്നത് ഇവർ കാണുന്നു. അരിയു ഇപ്പോൾ പറയുന്നുണ്ട്, ഇതാണ് ക്ലൈമാക്സ്. സോ ഇപ്പോൾ യോഷിനോജോയ്ക്ക് സംഭവിച്ചതുപോലെ തന്നെ നമ്മുടെ ഹിരോട്ടോയുടെ ദേഹം ചിന്നി ചിതറി പോകുന്നുണ്ട്. ഷിബയാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഹിരോട്ടോ എന്നൊന്ന് വിളിച്ച് മുഴുമിപ്പിക്കുന്നതിന് മുന്നേ തന്നെ അപ്പുറത്ത് നിൽക്കുന്ന മാഷിറോയ്ക്കും ഇതേ അവസ്ഥ തന്നെ വരികയാണ്. ഇപ്പോൾ മരിക്കുന്നതിന് മുമ്പ് മാഷിറോ അവൻ്റെ ആ കറ്റാന, ആ അക്കു പവർ ഉപയോഗിച്ചിട്ട് അരിയുവിന് നേരെ വിടുകയാണ്. അതിപ്പോൾ അരിയുവിൻ്റെ ആ കഴുത്തിൻ്റെ അവിടെ, ആ ക്ലോത്തിൻ്റെ അവിടെ വരെ വന്നിട്ടുണ്ട്. പക്ഷേ അത് കടന്ന് അവൻ്റെ തല വെട്ടാനായിട്ട് അതിനൊന്നും കഴിയുന്നില്ല. അരിയു ഇപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഇന്ന് ഈ പവർ പുറത്തെടുക്കണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ നിങ്ങൾ എനിക്ക് കുറച്ച് ടഫ് കോമ്പറ്റീഷൻ തന്നു, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പവർ പുറത്തെടുത്തത്. സോ ഇപ്പോൾ ഇതും പറഞ്ഞിട്ട് ആ എയറിൽ നിൽക്കുന്ന മാഷിറോയുടെ കറ്റാനെ പിടിച്ചെടുത്തിട്ട് ഷിബയുടെ കഴുത്ത് വെട്ടുന്നുണ്ട് അരിയു. അങ്ങനെ ഇരിഷിമ ടോക്സ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരും ചോരയിൽ കുളിച്ച് കിടക്കുകയാണ്. മാഷിറോയുടെ അവസാനത്തെ ഓർമ്മകൾ ഇപ്പോൾ നമ്മളെ കാണിക്കുന്നുണ്ട്. അവൻ ഷിബയുടെ പാർട്ട്ണർ ആയിരുന്നല്ലോ. ഇവർ രണ്ടുപേരും 2 ഡിഫറൻറ്റ് ക്യാരക്ടേഴ്സാണ്. അതുകൊണ്ടാണ് ഇവരെ രണ്ടുപേരെയും ടീമാക്കി സോർസറി ബ്യൂറോ ഇട്ടത്. കുട്ടിയായിരുന്നപ്പോഴേ മാഷിറോയെ അവൻ്റെ വീട്ടുകാർ ഉപേക്ഷിച്ചതാണ്. പിന്നെ സോർസറി ബ്യൂറോ അവനെ ഏറ്റെടുത്തു. പിന്നെ അങ്ങോട്ട് അവരുടെ കടുത്ത ട്രെയിനിങ്. സോ ജീവിതത്തിലെ ഒരു സ്നേഹവും ലാളനയോ ഒന്നും അതുവരെ മാഷിറോ അനുഭവിച്ചിട്ടേ ഇല്ലായിരുന്നു. പക്ഷേ ഷിബയുടെ കൂടെ പാർട്ട്ണർഷിപ്പ് ആയ പിന്നെ മാഷിറോ ആളാകെ മാറി. ഷിബ അവനെ മാറ്റിയെടുത്തു. ഇപ്പോൾ മാഷിറോയെ സിഗരറ്റ് വലിക്കാൻ പഠിപ്പിക്കുന്നതൊക്കെ ഷിബയാണ്. മാഷിറോ ആ സമയത്ത് ഷിബയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ ഇങ്ങനെ ആവശ്യമില്ലാത്ത ദുശീലങ്ങളും പഠിപ്പിച്ച് അവരെങ്ങാനും വന്ന് എന്നെ തൂക്കിക്കഴിഞ്ഞാൽ നിങ്ങളും തൂങ്ങും, നോക്കിക്കോ. ഷിബ ഇപ്പോൾ പറയുന്നുണ്ട്, ഒന്ന് ചുമ്മാ ഇരിയടാ ചെറുക്ക, ഒരുത്തനും തൂക്കാൻ പോകുന്നില്ല, എൻ്റെ മന്ത്രവിദ്യയില്ലേ. സോ ഇപ്പോൾ റോക്കുഹിര ഫോർജ് ചെയ്ത ആ വാള് ഷിബ മാഷിറോയ്ക്ക് സമ്മാനിച്ചതും അതേപോലെ തന്നെ ഒരു ഫ്രണ്ടിനെ പോലെ തോളെ കൈയിട്ട് അവൻ്റെ കൂടെ നടന്നതും ഒക്കെ ഈ അവസാന നിമിഷത്തിൽ മാഷിറോയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്.
ഇപ്പോൾ അരിയു ഈ കഴുത്തിന് വെട്ടിയിട്ട ഷിബയെ അവൻ വലിച്ചഴിച്ച് ആ പൈൻ ട്രീയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ മിക്കാബോഷിയുടെ ആ കിങ് ഉണ്ട്, പിന്നെ ആ 3 ഗാർഡ്സും ഉണ്ട്. മാഷിറോ ആ കഴുത്തറുത്ത ഒരു ഗാർഡ് ഇല്ല. ഷിബ ഇപ്പം ചിന്തിക്കുന്നുണ്ട്, ഇവനെൻ്റെ കഴുത്തിന് വെട്ടിയതല്ലേ, പിന്നെ ഞാൻ മാത്രം എങ്ങനെയാ ഇപ്പോഴും ജീവനോടെ. ഇപ്പോൾ ഈ സുമിക്ക, അതായത് ഈ ഡാറ്റൻസെക്കിയുടെ പവറിന് ഹീലിംഗ് പവേഴ്സ് ഉണ്ടല്ലോ, സോ അത് ഞാൻ നിന്റെ ദേഹത്തും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതാണ് നീ ചാവാതെ ഇപ്പോഴും നിൽക്കുന്നതെന്ന് അരിയു ഷിബയോട് പറയുന്നുണ്ട്. ഇപ്പോൾ ഇത് അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞാലും ആ ഗുരുതരമായിട്ടുള്ള മുറിവ് മാറാനുള്ള രീതിക്കേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ചോര ഇപ്പോഴും ചെറുതായിട്ട് വാർന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഷിബയ്ക്കാണെങ്കിൽ ആ സ്ട്രെങ്തും ഇല്ല, അതുകൊണ്ട് നീ അധികം മൂവ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നിനക്ക് നല്ലത് എന്ന് അരിയു പറയുന്നു. ഇപ്പോൾ മാഷിറോയ്ക്ക് സംഭവിച്ചതൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിച്ചിട്ട്, എന്തിനാടാ നീ എന്നെ മാത്രമായിട്ട് ബാക്കി വെച്ചതെന്നും പറഞ്ഞുകൊണ്ട് ഷിബ ഇപ്പോൾ ചാടി അരിയുവിനെ കിക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. അരിയു ആണെങ്കിൽ ഇപ്പോൾ നിസ്സാരമായിട്ട് ഷിബയെ പിടിച്ച് തറയിലടിക്കുന്നു. ഇപ്പോൾ അവിടെ കിടക്കുന്ന ഷിബയാണെങ്കിൽ പതിഞ്ഞ സ്വരത്തിൽ വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്തിനാ നീ എന്നെ മാത്രമായിട്ട് ബാക്കി വെച്ചേ, കൊന്നുകൂടായിരുന്നോ? അരിയു ഇപ്പോൾ പറയുന്നുണ്ട്, നിന്റെ മന്ത്രവിദ്യ ഞങ്ങൾക്ക് കുറച്ച് ഉപകാരപ്പെടുമെന്ന് തോന്നി, അതുകൊണ്ടാ. ഞങ്ങളുടെ ഡിമാൻഡ്സ് എന്താണെന്നും ഞങ്ങളുടെ യഥാർത്ഥ ശക്തി എന്താണെന്നും അവിടെ ചെന്ന് സോർസറി ബ്യൂറോയെ അറിയിക്കാൻ ഞങ്ങൾക്കൊരു ദൂതനെ വേണം. സോ അതുകൊണ്ടാണ് ഇവർ ഒരേ ഒരാളെ, ഷിബയെ മാത്രമായിട്ട് ബാക്കി വെച്ചത്. സോ ഇപ്പോൾ അവിടെ വീണ് കിടക്കുന്ന ഷിബയുടെ അടുത്ത് ആ കസേരയിൽ കാലുമേൽ കാലും കയറ്റി വെച്ച് അരിയു ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരിഷിമ ടോക്സിനായിട്ട് ജപ്പാനിൽ നിന്ന് വന്ന നോബുഹാരു ഹിമുറ, ടെറ്റ്സുओ ഹരിറ്റ, അക്കീറ ടക്കാമിയ, ഹിരോട്ടോ സോഗ, യോഷിനോജോ സോഗ, യൂജി മാഷിറോ എന്നിങ്ങനെ 6 പേര് ഇവിടെ വെച്ച് ദാരുണമായി കൊല്ലപ്പെട്ടു. ടോഗോ ഷിബ ഒറ്റയ്ക്ക് ജപ്പാനിലേക്ക് തിരിച്ചുപോയി. ഇനി ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. സോർസറി ബ്യൂറോ മുമ്പ് ഷിബ ആൻഡ് റോക്കുഹിരയെ പിടിച്ച് സെല്ലിലിട്ടിരുന്നല്ലോ. അവിടുന്ന് ഇറക്കി വിട്ട ശേഷം റോക്കുഹിരയ്ക്ക് കഴിക്കാൻ റൈസ് ബാൾസ് കൊടുക്കുന്നുണ്ട് സുബാരു. ഇപ്പോൾ നല്ല രുചിയുണ്ടെന്നൊക്കെ റോക്കുഹിര പറയുന്നു. അപ്പോൾ സുബാരു പറയുന്നുണ്ട്, ഇത് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്തുണ്ടാക്കിയതാണ്, മറ്റുള്ള റൈസ് ബാൾസ് പോലെയൊന്നുമല്ല, എല്ലാം പെർഫെക്റ്റ് ആണെന്ന്. ഇപ്പോൾ സുബാരു എഴുതിയ ബുക്ക് വായിച്ചിട്ടുണ്ട് എന്നും അതിലുള്ളതെല്ലാം വെറും പൊട്ടത്തെറ്റൊക്കെയാണെന്നും റോക്കുഹിര പുള്ളിയോട് തുറന്നു പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ സുബാരുവിന് റോക്കുഹിരയുടെ കഴിവ് മനസ്സിലാവുന്നുണ്ട്. അതായത് അതിലെ തെറ്റുകൾ മനസ്സിലാക്കി എടുക്കാനുള്ള ബോധം നിനക്കുണ്ട്, അത് വലിയൊരു കാര്യമാണെന്ന് പുള്ളി പറയുന്നു. റോക്കുഹിരയാണെങ്കിൽ ഇപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ എഴുതിയ ബുക്ക് കാരണം എൻ്റെ കുറേ ടൈം വേസ്റ്റ് ആയെന്ന്. സുബാരു പറയുന്നു, അതൊരിക്കലും വേസ്റ്റ് അല്ല, ഞാൻ ആ ബുക്കിൽ കള്ളങ്ങൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഏറിയ പങ്കാളുകളും അത് വായിച്ചൊന്നും മനസ്സിലാവാതെ ഗീവ് അപ്പ് ചെയ്യും. വളരെ ചെറിയ ശതമാനം ആളുകൾ മാത്രം ആ തെറ്റുകളെല്ലാം പിടിച്ചെടുക്കും, നിന്നെ പോലെ. അതുവഴി സ്ട്രോങ് ആയിട്ടുള്ള ലോജിക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും. സോ ടാലൻ്റ് ഉള്ളവർ മാത്രമേ സോർഡ് സ്മിത്തായി മാറുകയുള്ളൂ. ഇപ്പോൾ റോക്കുഹിര ഇതൊന്നും ശ്രദ്ധിക്കാതെ പിന്നെയും പറയുന്നുണ്ട്, ആ ബുക്കിന് ഞാൻ ചിലവാക്കിയ പൈസ തിരിച്ചു തരാൻ. സുബാരു ഇപ്പോൾ ഒരു റൈസ് ബാൾ കൂടി കൊടുത്ത് സംഭവത്തേക്ക് തീർക്കുന്നുണ്ട്. സുബാരു ഇപ്പോൾ റോക്കുഹിരയോട് ചോദിക്കുന്നുണ്ട്, എന്നാലും നീ എന്തിനാ ഇങ്ങനെ കാശില്ലാതെ ചുമ്മാ പട്ടിണി കിടക്കുന്നത്? ആ കാട്ടിൽ നിന്നിറങ്ങി പുറത്ത് പ്രാക്ടീസ് ചെയ്താൽ നിന്നെപ്പോലെ ഒരു സോർഡ് സ്മിത്തിന് ഈസി ആയിട്ടൊരു പേരുണ്ടാക്കാം. അങ്ങനെയായാൽ പിന്നെ കറ്റാനയ്ക്കൊക്കെ നല്ല റേറ്റ് ഇട്ട് വിൽക്കാം, പിന്നെ പട്ടിണി കിടക്കേണ്ടി വരത്തേ ഇല്ല എന്നൊക്കെ സുബാരു പറയുന്നു. ഇപ്പോൾ റൈസ് ബാൾസ് എല്ലാം കഴിച്ചിട്ട് അത് കൊടുത്തതിന് സുബാരുവിനോട് നന്ദി പറഞ്ഞ ശേഷം റോക്കുഹിര പറയുന്നുണ്ട്, മാരകായുധങ്ങൾ ഉണ്ടാക്കി വിറ്റൊരു ജീവിതമാർഗം കണ്ടെത്തുന്നതിൽ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല. സുബാരു ഇപ്പോൾ പറയുന്നുണ്ട്, പക്ഷേ ജനങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വാളുകൾ ഫോർജ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടി അല്ലേ, അത് ചെയ്താൽ ഇവിടുത്തെ ജീവിച്ചിരിക്കുന്ന നിധി എന്നുള്ള ഒരു പട്ടം നമ്മുടെ തലയിൽ എടുത്തു വെച്ച് തരുമായിരിക്കും. എനിക്കെന്തോ അതിനോടൊന്നും താല്പര്യമില്ല, അതെന്നെ കൂടുതൽ പേടിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പം അങ്ങനെ ഒരു പട്ടമാണല്ലോ സുബാരുവിനും ഉള്ളത്. ഉടനെ ഇത് മനസ്സിലാക്കിയ റോക്കുഹിര പറയുന്നുണ്ട്, അയ്യോ ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ, ഞാൻ എൻ്റെ കാര്യത്തിൽ അങ്ങനെ വരുന്നതിനെ പറ്റി ആലോചിച്ചിട്ട് പറഞ്ഞതാ. സുബാരു ഇപ്പോൾ പറയുന്നുണ്ട്, മനസ്സിലായി, എന്നും വെച്ച് നീ ഇങ്ങനെ ഇതും പറഞ്ഞുകൊണ്ട് പട്ടിണി കിടന്നിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പോൾ നിന്റെ ലക്ഷ്യം എന്താണെന്ന് സുബാരു റോക്കുഹിരയോട് ചോദിക്കുമ്പോൾ റോക്കുഹിര പറയുന്നുണ്ട്, ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സോഡ് ഫോർജ് ചെയ്യുക എന്നുള്ളതാണെന്ന്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ എത്ര ആയിരം സോഡുകൾ ഫോർജ് ചെയ്യാനും ഞാൻ ഒരുക്കമാണെന്നും റോക്കുഹിര പറയുന്നു. ആണല്ലോ, അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താനും നിന്റെ ഈ പണം വേണ്ടേ എന്നും സുബാരു ചോദിക്കുന്നു. ഇപ്പോൾ റോക്കുഹിര ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, ശരിയാണല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട്. ഇനി നമ്മളൊരു ഫോട്ടോ കാണിക്കുകയാണ്. അതായത് ഇരിഷിമ ടോക്സിന് പോകുന്നതിന് മുമ്പായിട്ട് ആ ഹാരുമ എന്ന് പറയുന്ന ഷിപ്പിന്റെ മുന്നിൽ നിന്നിട്ട് നമ്മളെ ഷിബയും മാഷിറോയും ഹിരോട്ടോയും യോഷിനോജോയും കൂടെ പോസ് ചെയ്ത ഒരു ചിത്രം. സോ ഇനി നമ്മളെ പ്രസന്റ് ഡേ ആണ് കാണിക്കുന്നത്. അതായത് സോർസറി ബ്യൂറോയുടെ ഹെഡ് ക്വാർട്ടേഴ്സിലായിട്ട് പോസ്റ്റ് ഇരിഷിമ കോൺഫറൻസ് നടക്കുകയാണ്. ഷിബയുടെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് ഇച്ചിക്കി ചോദിക്കുന്നു. ഷിബ ഇപ്പോൾ ട്രീറ്റ്മെന്റിലാണ്, നല്ലപോലെ പരിക്കേറ്റിട്ടുണ്ട്, 20ഓളം എല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ട്, ഇന്റേണൽ ഇഞ്ചുറീസും ഉണ്ട്. സോർസറി ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് കൊണ്ട് ഇവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ ഷിബയ്ക്ക് കഴിയുന്നുണ്ട്. പക്ഷേ ഇനിയും കുറെ നാളത്തേക്ക് ഷിബയ്ക്ക് മിഷൻ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ഇപ്പോൾ ഈ കോൺഫറൻസ് എന്ന് പറയുന്ന അവിടെ ഒരു റൗണ്ട് ടേബിൾ മീറ്റിംഗ് ആണ്. അതിലൊരാളിപ്പോൾ പറയുന്നുണ്ട്, ഈ ജപ്പാനിൽ നിന്ന് ഇല്ലാതായിപ്പോ ഒരു ക്ലാനാണ് ഈ മിക്കാബോഷി. ഇപ്പോൾ ഒരു സമുദ്രത്തിനടിയിൽ നിന്ന് പൊങ്ങി വന്നിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരം തന്നെ. എന്താണ് അവരുടെ ഡിമാൻഡ്സ് എന്ന് ഇസാരു ചോദിക്കുന്നു.
ഇപ്പോൾ ഇരിഷിമ കോൺഫറൻസിലെ ഷിബോ പറഞ്ഞ കാര്യങ്ങളും പിന്നെ ഇവർക്കുണ്ടായിരുന്ന ഡീറ്റെയിൽസും എല്ലാം കൂടെ ഒരു പേപ്പറിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതൊരാൾ ഇരുന്ന് വായിക്കുന്നുണ്ട്. അതായത് ഇരിഷിമയിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ഡാറ്റൻസൊക്കെയും അതേപോലെ തന്നെ ജപ്പാന്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളും വേണമെന്നായിരുന്നു അവരുടെ ആദ്യത്തെ ഡിമാൻഡ്സ്. പക്ഷേ ഇരിഷിമ ടോക്സിൽ നടന്ന ഫൈറ്റിന് ശേഷം ഇവർ ഡിമാൻഡ്സിൽ ചെറിയൊരു മാറ്റം വരുത്തി. ഇനിയിപ്പോൾ ഇവരുടെ പുതുക്കിയ ഡിമാൻഡ്സ് എന്തൊക്കെയാണെന്ന് നമ്മളെ ഒരു ഫ്ലാഷ് ബാക്കിൽ കൂടെ കാണിക്കുന്നുണ്ട്. അതായത് അവിടെ വീണ് കിടക്കുന്ന ഷിബ എടുത്ത് അരിയു പറയുകയാണ്, സോഗ ക്ലാൻ ആദ്യം ഞങ്ങളെ തുരത്തി ഓടിച്ചപ്പോൾ ഞങ്ങളിവിടെ ചീബയിലെ ഒരു ഐലൻഡിൽ വന്ന് ആദ്യം അഭയം തേടി. അവിടേക്ക് രക്ഷപ്പെട്ട് ചെന്നപ്പോൾ ഞങ്ങളുടെ പൂർവികരുടെ മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥനയുള്ളായിരുന്നു, ഇനിയെങ്കിലും സമാധാനത്തിലൂടെ ജീവിക്കണം, യുദ്ധവും പ്രശ്നങ്ങളും ഒന്നുമില്ലാത്ത ഒരു ജീവിതം. പക്ഷെ ആ സമയത്തെ സോഗ പ്രിൻസസിന്റെ പ്രവചനം എല്ലാം തകിടം മറിച്ചു. ഞങ്ങൾ ഈ നാടിന് ആപത്തുണ്ടാക്കുമെന്നുള്ള തെറ്റായ പ്രവചനത്തിനുമേൽ സോഗ ക്ലാൻ ആ കുറോത്സുച്ചി എന്ന മന്ത്രവിദ്യ പ്രയോഗിച്ച് ഞങ്ങളുടെ പൂർവികരെ കടലിന് അടിത്തട്ടിലേക്ക് അയച്ചു. പക്ഷെ ആ സോഗ ക്ലാൻ ഇപ്പോഴും നല്ല സുഖമായിട്ട് ഇവിടെ ജീവിക്കുന്നു. ഇപ്പോൾ അവർക്ക് പുതിയൊരു പ്രിൻസസും ഉണ്ട് അല്ലേ. സോ ഇപ്പോൾ മിക്കാബോഷിയുടെ പുതുക്കിയ ഡിമാൻഡ് ഇതാണ്, ഇവർക്ക് ഇവിടുന്ന് എക്സ്ട്രാക്ട് ചെയ്ത ഡാറ്റൻസൊക്കെയും വേണം, അതിൻ്റെ കൂടെ തന്നെ പ്രിൻസസ് സോഗയെ ചിയാക്കിയെയും വേണം. ഇപ്പോൾ നമ്മൾ മുമ്പൊരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സോഗ ക്ലാൻ ആണ് ജപ്പാനിലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ക്ലാൻ. അതേപോലെ തന്നെ പ്രിൻസസ് സോഗയാണ് ഇവരെല്ലാം ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ മിക്കാബോഷിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രിൻസസ് സോഗയെ കൈക്കലാക്കി സോഗ ക്ലാനിനോട് തന്നെ റിവഞ്ച് ചെയ്യാനാണെന്ന് ഈ സോർസറി ബ്യൂറോയിലുള്ളവർ പറയുന്നു. പ്രിൻസസ് സോഗ പോയി കഴിഞ്ഞാൽ സിസ്റ്റം ഫുള്ള് കൊലാപ്സ് ആവും. ഇപ്പോൾ ഇരിഷിമയിൽ വെച്ച് മിക്കാബോഷിയുടെ രാജാവ് പറഞ്ഞ ഡയലോഗ് നമ്മളിപ്പോൾ കേൾപ്പിക്കുന്നുണ്ട്. അതായത് സോഗ ക്ലാൻ നശിച്ച് നാമാവിശേഷമാകണം, പക്ഷേ അവരുടെ ബ്ലഡ് ലൈനിന് വാല്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രിൻസസ് സോഗ എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കും. ശേഷം സോഗ ക്ലാനിനെ മൊത്തമായി നമ്മൾ കൊന്നു തള്ളും. സോ ഇപ്പോൾ സോഗ ക്ലാനിൻ്റെ ആ ലെഗസി, അവരുടെ മന്ത്രവിദ്യയുടെ ആ ലെഗസി എന്ന് പറയുന്നത് അവരുടെ ബ്ലഡ് ലൈനിലാണ്. സോ പ്രിൻസസ് വഴി ആ പാരമ്പര്യത്തിലുള്ള കുട്ടികളെ ജനിപ്പിച്ച് ആ മന്ത്രവിദ്യ തട്ടിയെടുത്ത് വീണ്ടും ഈ ജപ്പാൻ ഭരിക്കുക എന്നുള്ളതാണ് മിക്കാബോഷിയുടെ ലക്ഷ്യം എന്ന് സോർസറി ബ്യൂറോയിലുള്ള ഒരാൾ പറയുന്നു. പക്ഷേ ഇവിടവുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത യുവമാർക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഇത്ര കൃത്യമായിട്ട് എങ്ങനെ കിട്ടി? നമ്മൾ ആ മിനറലിന് ഡാറ്റൻസക്കി എന്ന് പേരിട്ടതുവരെ അവന്മാർ അവിടെ അറിഞ്ഞിരിക്കുന്നു എന്നൊക്കെ ഒരു മന്ത്രവാദി ഇരുന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇരിഷിമയിൽ ഈ ഡാറ്റൻസൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാൻ ചെന്ന ഏതെങ്കിലും നാറിയ അടുത്ത് നിന്ന് തന്നെ ഇവർ ചോർത്തിയതായിരിക്കും എന്നിവരൊരു കൺക്ലൂഷനിലെത്തുന്നുണ്ട്. ഇപ്പോൾ ആ നാറിയും മറ്റവനാണ്. നമ്മൾ മാസ്ക് വെച്ചൊരുത്തനെ കണ്ടിരുന്നല്ലോ ഈ സൈറ്റൈ വാർ ആർക്കിൻ്റെ ആദ്യം. ഇപ്പോൾ പ്രിൻസസ് സോഗയുടെ അവസ്ഥ എങ്ങനെയാണെന്ന് ഇച്ചിക്ക് ചോദിക്കുന്നുണ്ട്. ഇരിഷിമ ടോക്സ് അവസാനിച്ച സമയമായപ്പോഴത്തേക്കും പ്രിൻസസ് സോഗ കുഴഞ്ഞു വീണു. അതിൻ്റെ കുറേ വിഷൻസ് അവർക്ക് കിട്ടി. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം കുഴഞ്ഞു വീണതെന്ന് സോർസറി ബ്യൂറോയിലെ ആ പെണ്ണ് പറയുന്നുണ്ട്. ഇപ്പോൾ ചിയാക്കി ഇങ്ങനെ കട്ടിൽ എഴുന്നേറ്റിരിക്കുന്നു. അരിയു ആ സുമിക്ക പവറൊക്കെ ഉപയോഗിച്ച് നിൽക്കുന്ന ഒരു വിഷനാണ് അവൾ കണ്ടത്. അവളിപ്പോൾ ആകെ പേടിച്ചിട്ട് പറയുന്നുണ്ട്, ഈ ഭൂമി അധികം വൈകാതെ തന്നെ ഒരു നരകമായിട്ട് മാറും. ഇപ്പോൾ മിക്കാബോഷിയുടെ ഡിമാൻഡ്സ് ഗവൺമെൻറ് റിജക്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. മാത്രമല്ല അവരെ നേരിടാനായിട്ട് 2 വർഷം കൊണ്ട് ഒരു സ്ട്രാറ്റജിക് ഫോഴ്സിനെയും ഇവർ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതിൽ അസാമിയും പിന്നെ മാസുമി ടീമിനെയൊക്കെ നമുക്ക് കാണാം. പക്ഷേ ഈ മീറ്റിങ്ങിൽ തന്നെ മറ്റൊരു കാര്യവും കൂടെ ഒരാൾ പറയുന്നുണ്ട്. അതായത് ഇവരുടെ ഈ ക്രൂവിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റർ ആയിരുന്നു ഹിരോട്ടോ സോഗ. ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഒരു രാജ്യം തന്നെ കീഴടക്കാൻ കെൽപ്പുള്ളയാൾ. എന്നിട്ടും അയാളുടെ കൂടെ ഇവർ ഹാൻഡ് പിക്ക് ചെയ്തെടുത്ത 3 കിടിലൻ ഫൈറ്റേഴ്സിനെയും കൂടി ഇവരയച്ചു. അവരെ എല്ലാം മിക്കാബോഷിയിലെ രാജകുമാരനെ ഒറ്റയ്ക്കാണ് കൊന്നത്. എന്നിട്ട് ദേഹത്തൊരു മുറിവ് പോലും ഇല്ലാതെ അയാൾ തിരികെ പോവുകയും ചെയ്തു. പിന്നെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് പോയ ഗ്രൂപ്പിൽ നിന്ന് ഒരാളെ ഇങ്ങോട്ട് തിരിച്ചു വിടുകയും ചെയ്തു. മിക്കാബോഷി ക്ലാനിൽ 6 ഗാർഡിയൻസ് ഉണ്ടെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അതിലൊരുത്തൻ്റെ പരിപാടിയായി കണ്ടത്. ഇനി ഈ ടൈപ്പ് 5 എണ്ണം കൂടെ ഉണ്ട് അവർക്ക്. സോ വ്യക്തമായിട്ടൊരു പ്ലാനിങ് ഇല്ലാതെ നമ്മളുടെ കൂടുതൽ സോൾജേഴ്സിനെ അവന്മാർക്ക് എറിഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഒരാളിപ്പോൾ പറയുന്നുണ്ട്, നമ്മളുടെ അടുത്ത് കൈച്ചി ഉണ്ടല്ലോ, അത് നമുക്ക് പ്രയോഗിച്ചുകൂടെയത്, അതൊരു മന്ത്രവിദ്യയാണ്. സീസൺ 1 ഗെനിച്ചി സോജോയുമായിട്ടുള്ള ഫൈറ്റിൽ കസാനെ മച്ചി എന്ന് പറയുന്ന കമുനാബിയിലെ ആ മന്ത്രവാദി ഈ കൈച്ചി പ്രയോഗിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഡീമൺ മോൺസ്റ്റർ എന്ന് പറഞ്ഞ ഒരു മന്ത്രവിദ്യ. സോ ഇപ്പോൾ സോർസറി ബ്യൂറോയിലെ ഇയാളെ അഭിപ്രായം പറഞ്ഞപ്പോൾ മറ്റേ ആൾ പറയുന്നുണ്ട്, ഈ മിക്കാബോഷിയിലുള്ളവന്മാർക്ക് റീജനറേഷൻ പവർ ഉണ്ട്. സോ നമ്മൾ കൈച്ചി ചുമ്മാ എടുത്തങ്ങ് പ്രയോഗിക്കാൻ പറ്റില്ല, കറക്റ്റ് സമയത്ത് പ്രയോഗിക്കണം, ഇല്ലെങ്കിൽ അത് വേസ്റ്റ് ആയി പോകത്തേ ഉള്ളൂ. അപ്പോൾ ഇനി ഫ്ലെയിം ബോൺ ആണ് നമ്മളുടെ മുന്നിലുള്ള ഒരു ആശ്രയം എന്ന് ഒരാൾ പറയുന്നു. അത് ഉപയോഗിക്കുന്നത് കഗാരി ക്ലാനാണ്. ഇപ്പോൾ പ്രസന്റ് ടൈം ലൈനിലെ ഹിയുക്കി ഉണ്ടല്ലോ ഫ്ലെയിം ബോൺ ഉപയോഗിക്കുന്നത്, ഫ്ലെയിം ബോൺ ഓഫ് ദ സ്റ്റാർ റിംഗ്. സോ ഇപ്പോൾ ഈ സൈറ്റൈ വാർ നടക്കുന്ന ടൈമിൽ കഗാരി ക്ലാനിൽ ഇതിനൊരു യൂസർ ഇല്ല. ഇപ്പോൾ ഇച്ചിക്കിയും വേറൊരാളും ഒക്കെ പറയുന്നുണ്ട്, ഈ കഗാരി ക്ലാനിൽ വർഷങ്ങളായിട്ട് ഇതിനൊരു യൂസർ ഉണ്ടായിട്ടില്ല. അതിനെ മാസ്റ്റർ ചെയ്യാൻ അറിയാവുന്ന ഒരാൾക്കല്ലാതെ ആ വെപ്പൺ കൊടുക്കാനും പറ്റില്ല. കാര്യം ഒരു മുഴുവൻ ഭൂഖണ്ഡത്തിനെ തന്നെ നശിപ്പിക്കാനുള്ള പവറുണ്ട് അതിന്. സോ ഇപ്പോൾ എങ്ങും എത്താതെ ഈ ചർച്ച ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പോൾ ഒരാൾ ഇങ്ങനെ കൈ ചെറുതായിട്ട് എന്തോ പറയാ റൈസ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇനി ഈ സീനിൽ നേരെ കട്ട് ചെയ്ത് നമ്മളെ റോക്ക് ഹിരയെ കാണിക്കുകയാണ്. അവനിപ്പോൾ ഷിബയുടെ റൂമിലേക്കാണ് കയറി ചെല്ലുന്നത്. ഷിബ ഇപ്പോൾ ഷർട്ടൊക്കെ ഇട്ട് റെഡി ആവുന്നുണ്ട്. റോക്ക് ഹിര ഇപ്പോൾ പറയുന്നുണ്ട്, ഹാസുമി എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഷിബ നീയും കൂടെ വരുന്നുണ്ടോ ഈ അവസ്ഥയിൽ?
എനിക്കും ഇതിൽ പങ്കെടുത്തേ പറ്റൂ എന്ന് ഷിബ പറയുന്നു. ഇപ്പോൾ ആ ഷിബ നിൽക്കുന്ന ജനലിൻ്റെ സൈഡിലായിട്ട് അവർ കറ്റാന വെച്ചിരിക്കുന്നത് കാണാം. അത് നമ്മുടെ മാഷിറോയുടെ കറ്റാനയാണ്. അവന് 18 വയസ്സായപ്പോൾ അവന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് റോക്കുഹിരയെ കൊണ്ട് ഷിബ ഫോർജ് ചെയ്യിച്ച കറ്റാന. ഇപ്പോൾ റോക്കുഹിര അതിങ്ങനെ നോക്കുന്നുണ്ട്. ഇനി നമ്മളെ നേരെ ആ മീറ്റിംഗ് നടന്ന സ്ഥലം കാണിക്കുന്നു. ഇപ്പോൾ അവിടെ ആ കൈ പൊക്കിയിരുന്നത് ഹാസുമിയാണ്. അവൻ പറയുന്നുണ്ട്, നമ്മുടെ സ്ട്രോങ്ങസ്റ്റ് യൂണിറ്റിനെ ശത്രുക്കൾ തോൽപ്പിച്ചത് ഡാറ്റൻസക്കിയുടെ പവർ ഉപയോഗിച്ചാണ്. സോ അവരുടെ കയ്യിലുള്ള ഒരേ ഒരു അഡ്വാൻറ്റേജും അതാണ്. ഇച്ചിക്ക് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഈ പറഞ്ഞു വരുന്നേ? ഡാറ്റൻസക്കി ഉപയോഗിക്കുന്നത് മാത്രമാണ് ഇനി നമ്മളുടെ മുന്നിലുള്ള വഴിയെന്നാണോ? വേറൊരു മന്ത്രവാദിയും പറയുന്നുണ്ട്, അതിനെപ്പറ്റി ഇനി എന്ത് ചിന്തിക്കാനാ? 2 വർഷമായിട്ട് നമ്മൾ ആ ഡാറ്റൻസക്കി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ലേ, ഒന്നും നടന്നിട്ടില്ല. ആ മിനറൽ ഫിസിക്കലി വീൽഡ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഷിബ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, റോക്കുഹിര, ഹാസുമി നിന്നോട് എന്തൊക്കെ പറഞ്ഞു? എല്ലാം മുഴുവനായിട്ട് തന്നെ പറഞ്ഞു. ഇനി ആ മീറ്റിങ്ങിലെ സീൻ കാണിക്കുന്നുണ്ട്. അതായത് ഹാസുമിയോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, സോ ആ ഡാറ്റൻസൊക്കെ യൂസ് ചെയ്യാനൊരു വഴിയുണ്ടെന്നാണോ നീ പറഞ്ഞു വരുന്നത്? ഇപ്പോൾ ആ പ്ലാനിനെ പറ്റിയാണ് ഷിബെ റോക്കുഹിരെ സംസാരിക്കാനായിട്ട് പോകുന്നത്. എൻചാൻറ്റഡ് ബ്ലേഡ് പ്ലാൻ അങ്ങനെ എഴുതിയൊരു ഫയൽ ഇവരിവിടെ മുറിയിൽ ഇപ്പോൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിപ്പോൾ സമയം മാർച്ച് 21 അർദ്ധരാത്രി. സോ ഈ മാർച്ച് 21 വെളുപ്പിനെ 3 മണിക്ക് എക്സ്പേർട്സ് എല്ലാം കൂടെ സോർസറി ബ്യൂറോയിലെ ഈ എൻചാൻറ്റഡ് ബ്ലേഡ് പ്ലാനിനെ സംബന്ധിച്ച ഒരു മീറ്റിംഗ് കൂടുകയാണ്. ഇപ്പോൾ ഇവർ അംഗീകരിക്കുന്നുണ്ട്, സുബാരു ഉറീറ്റ പറഞ്ഞതുപോലെ കറ്റാനയിൽ വെയിൻസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ആ സ്പിരിറ്റ് എനർജി അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് അതൊരാൾക്ക് വീൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ആ തിയറി കേൾക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്. കാര്യം മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഡാറ്റൻസൊക്കെ ഈ ചൂടിനോട് ഭയങ്കരമായിട്ട് റിയാക്റ്റീവായിട്ടുള്ള ഒരു മിനറലാണ്. കറ്റാന ഫോർജ് ചെയ്യാനായിട്ട് ആ അയിര് 100 ഡിഗ്രിയിൽ മേളിൽ ഹീറ്റ് ചെയ്യണമല്ലോ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഡാറ്റൻസൊക്കെയുടെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും, കൂടുതൽ ആൾക്കാരും മരിക്കും. അങ്ങനെ ഒന്നും സംഭവിക്കാതെ ആ വാള് ഫോർജ് ചെയ്യാൻ പറ്റുമെന്നാണോ ആ കുനിഷിക റോക്കുഹിര പറയുന്നത് എന്ന് ഒരാൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ഹാസുമി ഇപ്പോൾ പറയുന്നുണ്ട്, അവൻ്റെ എക്സ്പ്ലനേഷൻ കേൾക്കുമ്പോൾ ചിലപ്പോൾ നടക്കില്ല എന്ന് തോന്നുമായിരിക്കും, പക്ഷേ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ? എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ട്രൈ ചെയ്യാനാണെന്ന് ഇപ്പോൾ ആൾക്കാർ ചോദിക്കുമ്പോൾ ഹാസുമി അവരോട് പറയുന്നുണ്ട്, ഈ റിസർച്ചേഴ്സ് ഇത്ര വർഷം എടുത്ത് കണ്ടുപിടിച്ച ഡാറ്റൻസൊക്കെയുടെ കുറച്ച് പ്രോപ്പർട്ടീസ് അവനൊരൊറ്റ നോട്ടത്തിൽ കണ്ടുപിടിച്ചു. അവൻ്റെ കണ്ണിന് അങ്ങനെ എന്തോ വ്യത്യസ്തമായ ഒരു പവർ ഉണ്ട്. ഇപ്പോൾ റിസർച്ചേഴ്സിൽ ഒരുത്തൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ സോർസറി ബ്യൂറോയിലുള്ള ഒരുത്തൻ തന്നെയല്ലേ അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? സോ ഈ ഡാറ്റൻസൊക്കെയുടെ പ്രോപ്പർട്ടീസ് നിങ്ങൾ തന്നെ അവന് നേരത്തെ പറഞ്ഞു കൊടുത്തതാണെങ്കിലോ? അങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാ എന്ന് ഹാസുമി ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിപ്പോൾ മറ്റവൻ പറയുന്നുണ്ട്, അത് ശരിയാണല്ലോ. ഒരാളിപ്പോൾ പറയുന്നുണ്ട്, അവന് പക്ഷേ തീരെ എക്സ്പീരിയൻസ് ഇല്ല, വെറും 3 കറ്റാന മാത്രമേ അവൻ വിറ്റിട്ടുള്ളൂ. അങ്ങനെ ഒരുത്തനെ എന്ത് വിശ്വസിച്ചേൽപ്പിക്കാനാണ് ഈ ടാസ്ക്? ഹാസുമി ഇപ്പോൾ പറയുന്നുണ്ട്, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു പരീക്ഷണം നടത്തിക്കൂടെ? അവൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് തെളിയിക്കാൻ അവനൊരു അവസരം കൊടുത്തു നോക്കിക്കൂടെ? ഇസാരു ഇപ്പോൾ ഇടപെടുന്നുണ്ട്, ഒരു പരീക്ഷണം നടത്തണമെന്നോ? ഹാസുമി, ബോധത്തോടു കൂടി തന്നെയാണോ നീ സംസാരിക്കുന്നത്? ആ ഡാറ്റൻസൊക്കെ വെച്ച് പണിയുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പാകപ്പിഴ പറ്റിയാൽ ഒരു വലിയ ദുരന്തം തന്നെ സംഭവിക്കും. ഇരിഷിമയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത ആകെ കുറച്ച് എമൗണ്ട് ഡാറ്റൻസൊക്കെ മാത്രമേ നമ്മളുടെ കയ്യിൽ ഉള്ളൂ താനും. സോ ആ അവശേഷിക്കുന്ന മിനറലും നമ്മുടെ ഈ രാജ്യത്തിന്റെ ഭാവിയും ഒരു തുക്കട സോഡ് സ്മിത്തിന്റെ കയ്യിലേക്ക് പരീക്ഷണത്തിനായിട്ട് എറിഞ്ഞു കൊടുക്കണമെന്നാണോ നീ പറയുന്നത്? മാഷിറോയുടെ ആ ശവശരീരം കണ്ടപ്പോൾ തന്നെ ആകെ സമനില തെറ്റിയിരിക്കുക ഹാസുമിക്ക്. അതാ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നതെന്ന് ആരൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കഗാരി ക്ലാനിൽ നിന്നും ഒരു റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടെന്ന് ഒരു പെണ്ണ് ഇപ്പോൾ ഇവരുടെ ഈ ഹെഡിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. ഫ്ലെയിം ബോൺ ഓഫ് സ്റ്റാർവിങ് ഉപയോഗിക്കുന്നത് ഈ ക്ലാനിലുള്ളവരാണല്ലോ. ഇവരെ തീ ഉപയോഗിച്ച് മന്ത്രവാദം ചെയ്യുന്ന ആൾക്കാരാണ്, ഫയർ സോർസറേഴ്സ് ആണ്. എന്നിരുന്നാലും ഈ ഫ്ലെയിം ബോണിന്റെ ഭയങ്കരമായിട്ടുള്ള പവർ കാരണം ഈ ക്ലാനിലുള്ള വളരെ കുറച്ച് പേർക്കേ അത് മാസ്റ്റർ ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഈ കഗാരി ക്ലാനിന്റെ ലീഡറിന്റെ വൈഫ് പ്രഗ്നന്റ് ആണ്. 6 മാസത്തിനുള്ളിൽ അവരൊരു കുഞ്ഞിന് ജന്മം നൽകും. ഇവര് ഫയർ സോർസറേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങനെ പൊള്ളലൊന്നും ഏൽക്കാറില്ല. പക്ഷേ പ്രഗ്നന്റ് ആയ ശേഷം ഈ സ്ത്രീയുടെ വയറ്റിന് ചുറ്റും പൊള്ളലേറ്റ മാർക്കുകൾ രൂപപ്പെട്ടു. സോ ഇതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ഫ്ലെയിം ബോൺ വീൽഡ് ചെയ്യാൻ പറ്റും എന്നാണ് ഇവർ പറയുന്നത്. 400 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഒരു ഫ്ലെയിം ബോൺ വീൽഡർ ഈ ക്ലാനിൽ ജനിക്കാൻ പോവുകയാണെന്നാണ് ഇവർ പറയുന്നത്. ആൻഡ് ആ കുട്ടിക്ക് ഇവർ പേര് നിശ്ചയിച്ചു കഴിഞ്ഞു, ഹ്യൂക്കി. സോ ഇപ്പോൾ മാർച്ച് 21 രാവിലെ 7 മണി മീറ്റിംഗ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഫ്ലെയിം ബോൺ വീൽഡ് ചെയ്യാൻ ആ കുട്ടിക്ക് കഴിഞ്ഞാൽ അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അത് ഒരു ആയുധമാക്കി ഉപയോഗിക്കാം. ആർക്കെതിരെ? മിക്കാബോഷിക്കെതിരെ എന്നാണ് ഇവർ പറയുന്നത്. 1 വർഷം കൂടി കാത്തിരിക്കണം. സോ ഈ എൻചാൻറ്റഡ് ബ്ലേഡ് പ്ലാനിനേക്കാളും ഇതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്ലാൻ ആണെന്ന് ചിലർ പറയുന്നുണ്ട്. ചിലർ പറയുന്നു ഈ 1 വർഷം കാത്തിരിക്കാൻ നിന്ന ആ സമയം കൊണ്ട് മിക്കാബോഷി നമ്മളുടെ രാജ്യം കീഴടക്കുമെന്ന്. സോ അതുവരെ സമയം നീട്ടിക്കിട്ടാനായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ഇവർ തീരുമാനിക്കുന്നു. ഇനി ഒരു ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുകയാണ്. അതായത് ചിയാക്കിക്ക് മുമ്പുണ്ടായിരുന്ന സോഗ പ്രിൻസസ് ഉണ്ടല്ലോ, അവരുടെ അവിടുത്തെ പണിയൊക്കെ ചിയാക്കി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുണിയൊക്കെ മടക്കി വെക്കുന്നു. കാര്യം അവളും മുമ്പ് സെർവൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഈ സോഗ ക്ലാനിലെ താഴ്ന്ന ഒരു കുടുംബമായിരുന്നു ചിയാക്കിയുടേതും.
ചിയാക്കി ജനിക്കുന്ന സമയത്താണ് ഈ പ്രിൻസസ് അധികാരത്തിൽ വരുന്നതെന്ന് അവൾ പറയുന്നു. ചിയാക്കിയെ ചായ ഉണ്ടാക്കാൻ പഠിപ്പിച്ചതൊക്കെ ഇവരാണ്, ഭയങ്കര സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീ ആയിരുന്നു എന്നൊക്കെ ചിയാക്കി ഓർക്കുന്നു. അതേപോലെ തന്നെ ഇവരെ മരിച്ച ദിവസവും ചിയാക്കി ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവൾക്ക് ഈ പവർ കിട്ടിയ ആ ദിവസവും അവളിങ്ങനെ ഓർക്കുന്നു. കാര്യം അവളുടെ അമ്മയെ ഇത്രയും ടെൻഷൻ അടിച്ചു ആശ്ചര്യപ്പെട്ടു അവൾ ഇതുവരെയും കണ്ടിട്ടില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ സോഗ ക്ലാനിലെ ഒരു സാധാരണ കുടുംബമാണല്ലോ ഇവരുടേത്. അങ്ങനെ ഒരു കുടുംബത്തിൽ ആർക്കും ഈ പവർ ലഭിച്ചിട്ടില്ല. അതേപോലെ തന്നെ കുനിഷികയെ ഞാൻ അവസാനമായിട്ട് ടച്ച് ചെയ്തതും ആ ദിവസമായിരുന്നു എന്ന് അവൾ പറയുന്നു. ഇപ്പോൾ കുനിഷികയെ ചിയാക്കിയെ ഇങ്ങനെ തോളത്തെടുത്തിട്ടുകൊണ്ട് പോകുന്ന ഒരു ചിത്രം നമ്മളെ കാണിക്കുന്നു. കാര്യം പുറത്ത് നിൽക്കുമ്പോഴാണ് അവൾക്ക് ഈ പവർ ലഭിക്കുന്നത്. അവൾ ബോധം കെട്ടു വീഴുന്നു. കുനിഷിക അവളെ തോളത്തിട്ടുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ ഈ കാര്യത്തിന് ഇവളുടെ അമ്മ കുനിഷികയെ ഒരുപാട് വഴക്കെന്ന് പറഞ്ഞിരുന്നു എന്ന് ഇവൾ ചിന്തിക്കുന്നുണ്ട്. പണ്ട് വീട്ടുജോലിയൊക്കെ തീർത്തിട്ട് ചിയാക്കി അയൽവക്കത്തുള്ള കുറച്ച് വികൃതി പയ്യന്മാരുമായിട്ട് ഇങ്ങനെ മരം കയറാനും ഗെയിംസ് കളിക്കാനും ഒക്കെ പോകുമായിരുന്നു. ആ പയ്യന്മാരാണ് നമ്മുടെ ഷിബ, കുനിഷികെ, പിന്നെ അസാമി. സോ ഇവളുടെ അമ്മ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇവളോട് അന്ന് പറഞ്ഞിരുന്നു, അതായത് ആ പയ്യന്മാരുമായിട്ടൊന്നും ഇനി നിനക്കിങ്ങനെ കളിച്ച് നടക്കാൻ പറ്റില്ല, നിനക്കിനി ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്, വിധിയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് നീ എന്നൊക്കെ ഇവളുടെ അമ്മ പറയുമായിരുന്നു. സോ ഇതിനുശേഷം ഇവളെ അങ്ങനെ പുറത്തേക്ക് പോലും അധികം വിടാറില്ലായിരുന്നു. പക്ഷെ എന്നാലും കുനിഷികയുമായിട്ട് ഇവള് എഴുത്തുകൾ കൈമാറിപ്പോന്നു. ഇപ്പോൾ തട്ടുംപുറത്തൂടൊക്കെ ഷിബ ഈ എഴുത്തുകൾ കൊണ്ട് കൊടുക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ ഇവര് കത്തൊക്കെ അയച്ച് ഇങ്ങനെ നല്ല രീതിക്ക് പോവായിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവരുടെ ഈ കത്തിടപാട് പൊക്കുന്നു. ഇവരുടെ അറ്റൻഡൻസിൽ ഒരാൾ പണി കൊടുത്തതാണ്. ഒരു കത്തേ ഇവർക്ക് കിട്ടിയുള്ളൂ, ബാക്കി കത്തൊക്കെ ചിയാക്കി ഒളിപ്പിച്ചു. ഇപ്പോൾ ഈ സംഭവം ഒരു മീറ്റിംഗിൽ വന്നപ്പോൾ ഇവളുടെ അമ്മ ബാക്കി മന്ത്രവാദികളെ ആൾക്കാരെ എല്ലാം കൺവിൻസ് ചെയ്തു. അതായത് അവർ പറഞ്ഞു ഇത് റാൻഡമായിട്ടുള്ള ഏതോ ഒരുത്തൻ ചിയാക്കിക്ക് അയച്ച കത്താണ്, അവൾക്ക് ഇതിലൊരു പങ്കുമില്ല എന്ന്. അപ്പോൾ ഈ മീറ്റിങ്ങിന് ശേഷം അവർ ചിയാക്കിയോട് പറയുന്നുണ്ട്, നമ്മളൊരു സാധാരണ ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്, സോ നമ്മൾ കുറച്ച് അധികം ശ്രദ്ധിക്കണം. മാത്രമല്ല ഈ സിസ്റ്റത്തിൽ സോഗ പ്രിൻസസിന്റെ ഒരു പവർ എത്രത്തോളമാണെന്ന് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ഏത് ക്ലാനിലുള്ള മന്ത്രവാദികളാണെങ്കിലും അവർ റൂൾസ് തെറ്റിച്ച് പബ്ലിക്കിന് ദോഷം വരുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം മനസ്സിലാക്കി പ്രവചിക്കുന്നയാളാണ് സോഗ പ്രിൻസസ്. സോ എല്ലാ ക്ലാനുകളുടെയും ഒരു സർവൈവല് ഇവരുടെ പ്രവചനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. സോ അങ്ങനെയുള്ള സോഗ പ്രിൻസസ് ഒരിക്കലും ഈ ചിയാക്കി ചെയ്യുന്നത് പോലെ വ്യക്തി താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുത്ത് പെരുമാറാൻ പാടില്ല എന്ന് അവളുടെ അമ്മ അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. നീ ആരാണെന്നോ നിന്റെ കടമ എന്താണെന്നോ ഒരിക്കലും മറന്നു പോകരുത് എന്ന് അവളുടെ അമ്മ പറയുന്നുണ്ട്. ഇപ്പോൾ ചിയാക്കിക്കും ഇതിൻ്റെ ആ ഒരു ലോജിക്ക് മനസ്സിലാവുന്നുണ്ട്. മാത്രമല്ല ഈ സംഭവത്തിന് ശേഷം ഇവൾക്ക് ഒരു വിഷൻ കിട്ടി, അതായത് കുറേ ബിൽഡിംഗ് ഒക്കെ ഇങ്ങനെ കൊലാപ്സ് ആയി കിടക്കുന്ന ഒരു വിഷൻ. സോ എൻ്റെ റോൾ ഞാൻ സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ ഭാവിയിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നവൾ ഭയപ്പെട്ടു. അതേപോലെ തന്നെ താൻ കാരണം കുനിഷികയെ ഒരിക്കലും അപകടത്തിൽ പെടരുത് എന്നും അവൾ ചിന്തിച്ചു. സോ കുനിഷികയെ അയച്ച ബാക്കി കത്തുകളെല്ലാം അവൾ തീയരിച്ച് കളയുകയാണ്. ഞാനിനി മരിക്കുന്ന ദിവസം വരെയും ഇതാണ് എൻ്റെ വിധിയെങ്കിൽ ഞാനത് സ്വീകരിക്കുകയാണ്, നീയെങ്കിലും സേഫായിട്ടിരിക്കുമല്ലോ കുനിഷികെ എന്നൊക്കെ അവളിങ്ങനെ ചിന്തിക്കുന്നു. സോ ഇനി നമ്മളെ കാണിക്കുന്നത് ആ ഇരിഷിമ ടോക്സിലെ ആ ഫൈറ്റിന്റെ വിഷൻ ചിയാക്കിക്ക് കിട്ടിയ സീനാണ്. മാർച്ച് 20 ഇതെല്ലാം കൂടെ കണ്ടിട്ട് അവൾ കിടക്കപ്പായിൽ നിന്നും ചാടി എഴുന്നേക്കുന്നു. അവരെ ഞാൻ കുറച്ചുകൂടി ശക്തമായിട്ടൊന്ന് വാൺ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒന്നും നടക്കില്ലായിരുന്നു, ഇതെല്ലാം എൻ്റെ തെറ്റാ എന്നൊക്കെ അവൾ പറയുന്നു. അവളുടെ അമ്മ ഇപ്പോൾ പറയുന്നുണ്ട്, നീ അവർക്ക് വാണിംഗ് കൊടുത്തതാണ്, ശേഷം അവരുടെ ചോയ്സുമായിട്ട് മുന്നോട്ട് പോയി, അത്രേ ഉള്ളൂ, അല്ലാതെ ഈ സംഭവിച്ചതൊന്നും നിന്റെ തെറ്റല്ല. ചിയാക്കി ഇപ്പോൾ പറയുന്നുണ്ട്, എന്നെ അവർക്ക് കൈമാറണം എന്നുള്ളതാണ് ശത്രുക്കളുടെ ഡിമാൻഡ്. ഒരു വലിയ ദുരന്തം അതുകൊണ്ട് ഒഴിവായി പോകുമെങ്കിൽ എനിക്കതിൽ ഒരു പ്രശ്നവും ഇല്ല എന്നിപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ഇനി ഒരുപാട് പേരുടെ ജീവൻ ഞാൻ മൂലം നഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ ഇവള് പറയുമ്പോൾ ഇവളുടെ അമ്മ പറയുന്നുണ്ട്, നീ ഇങ്ങനെ മണ്ടത്തരം പറയല്ലേ, നീ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, നിന്നെ അങ്ങനെ കൈമാറാനൊന്നും പറ്റില്ല. അല്ല, ഞാൻ ഒരിക്കലും ഇമ്പോർട്ടൻ്റ് അല്ല, ഈ പ്രിൻസസ് സോഗയായിട്ടുള്ള ജീവിതം എനിക്ക് ഒരിക്കലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് അവൾ പറയുന്നു. കാര്യം അവൾക്കിഷ്ടം കുനിഷികയും മൊത്തമുള്ള ആ പഴയ ജീവിതമായിരുന്നല്ലോ. സോ അങ്ങനെ മാർച്ച് 24 ഷിൻസാക്കു ഹാസുമി മുന്നോട്ട് വെച്ച എൻചാൻറ്റഡ് ബ്ലേഡ്സ് പ്ലാൻ സോർസറി ബ്യൂറോ റിജക്ട് ചെയ്തു. എന്നിട്ട് ചില കണ്ടീഷൻസിന്റെ പുറത്ത് മിക്കാബോഷിയുടെ ഡിമാൻഡ്സ് സോർസറി ബ്യൂറോ അംഗീകരിക്കുന്നു. ചിയാക്കിയെ അവർക്ക് സറണ്ടർ ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. ഇപ്പോൾ ഇതിനെപ്പറ്റി ഹാസുമിയും ഇച്ചിക്കിയും പരസ്പരം സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് 1 വർഷത്തേക്ക് പരസ്പരമുള്ള ഈ ഫൈറ്റ് നിർത്തിവെക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ മിക്കാബോഷിക്കും ഈ ഡിമാൻഡ് അക്സെപ്റ്റബിൾ ആയിരിക്കും എന്ന് ഇച്ചിക്ക് പറയുന്നുണ്ട്. കാര്യം ചിയാക്കി ഈ മിക്കാബോഷിയിലെ രാജാവിന്റെ കുഞ്ഞിന് ജന്മം നൽകണമെന്നുള്ളതാണല്ലോ അവരുടെ പ്ലാൻ. അതിന് 1 വർഷം മതി. ഇപ്പോൾ ഈ സോർസറി ബ്യൂറോ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിയാക്കി ഈ സോഗ ക്ലാനിലെ ഒരു സാധാരണ കുടുംബത്തിൽ, അതായത് ഒരു മൈനർ ബ്രാഞ്ചിൽ പെട്ട അംഗമാണല്ലോ. സോ അവൾക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അതിന് പവേഴ്സ് കിട്ടുമെന്ന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. മാത്രമല്ല സോഗ ക്ലാനുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉള്ള ഒരു ഫാമിലിയിൽ 6 മാസങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുഞ്ഞ് ജനിച്ചിട്ടുമുണ്ട്. സോ ചിയാക്കിക്ക് ജനിക്കുന്ന കുട്ടിയേക്കാളും അടുത്ത സോഗ പ്രിൻസസ് ആവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ആ കുട്ടിക്കാണ്. ഹാസുമി ഇപ്പോൾ ആകെ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, എന്ന് വെച്ച് മിക്കാബോഷിയിലെ രാജാവിന് കുഞ്ഞിനെ ജനിപ്പിക്കാനായിട്ട് ചിയാക്കിയെ നിർബന്ധിച്ച് അങ്ങോട്ട് പറഞ്ഞു വിടുന്നത് ശരിയാണോ? ഇച്ചിക്കി ഇപ്പോൾ പറയുന്നുണ്ട്, ഞാനും ഈ പ്ലാനിനെതിരാണ്.
ഹാസുമി ഇപ്പോൾ ഒന്നുകൂടെ ചോദിക്കുന്നുണ്ട്, ചിയാക്കിയുടെ കുഞ്ഞിന് ആ പവർ കിട്ടില്ല എന്ന് എന്താണ് ഇവർക്ക് ഇത്രയും ഉറപ്പ്? സോഗ ക്ലാനിലെ മൈനർ ബ്രാഞ്ചിൽപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ഇത് ആദ്യമായിട്ടാണ് ഈ പവേഴ്സ് ലഭിക്കുന്നത്. അതിൻ്റെ അത് ചിയാക്കിയാണ്. സോ അവൾ സ്പെഷ്യൽ ആയിട്ടല്ലേ? ഇച്ചിക്ക് ഇപ്പോൾ പറയുന്നുണ്ട്, മുമ്പ് ലഭിച്ചിട്ടില്ല എന്ന് നിന്നോട് ആര് പറഞ്ഞു? അതൊന്നും ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്ന് മാത്രം. ഇപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് സോഗ ക്ലാനിൻ്റെ ഒരു അജണ്ടയാണ്. അതായത് മേജർ ബ്രാഞ്ചിൽ ഉള്ള ആൾക്കാർ മാത്രമേ ഈ പവറിൽ ഇരിക്കാവൂ എന്ന് അവർക്കുണ്ട്. സോ ചിയാക്കിയെ പോലെ ഒരു സാധാരണ പെൺകുട്ടി ഈ പൊസിഷനിൽ വന്നത് അവർക്ക് ഒട്ടും പിടിച്ചിട്ടില്ല. സോ അവളെ അവിടെ നിന്ന് എടുത്ത് മാറ്റാനായിട്ട് അവർ കുറേ നാളുകളായിട്ട് ഒരു അവസരത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. ഇപ്പോൾ അതിങ്ങനെ കിട്ടി. സോ സോർസറി ബ്യൂറോയിലുള്ള കുറച്ച് പേരെ കൂട്ടുപിടിച്ച് അവരവരുടെ പ്ലാൻസ് ഇങ്ങനെ നടത്തിയെടുക്കുന്നു ഇതിൻ്റെ കൂട്ടത്തിൽ എന്ന് ഇച്ചിക്ക് പറയുന്നു. ഓ, അപ്പോൾ അതാണ് ഇങ്ങനെ ഒരു തീരുമാനം എന്ന് ഹാസുമി ചോദിക്കുന്നു. ഇപ്പോൾ ഇച്ചയ്ക്ക് പറയുന്നുണ്ട്, മാത്രമല്ല ചിയാക്കിയും ഇതിന് സമ്മതിച്ചു. ഹാസുമി ഇപ്പോൾ പറയുന്നുണ്ട്, ഇരിഷിമ ഇൻസിഡൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവൾ ആകെ അപ്സെറ്റ് ആയിട്ടിരിക്കുകയാണ്. അവൾ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്നും പറഞ്ഞ് അവളുടെ ആ ഒരു സിറ്റുവേഷനെയാണ് ഇവന്മാർ ചൂഷണം ചെയ്യുന്നത്. ഇച്ചയ്ക്ക് ഇപ്പോൾ പറയുന്നുണ്ട്, 1 വർഷം കഴിഞ്ഞാൽ ആ ഫ്ലെയിം ബോൺ നമുക്ക് എങ്ങനെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അതിനു മുമ്പ് മികാബോഷി നമ്മളെ ആക്രമിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഇതല്ലാതെ വേറൊരു വഴിയില്ല. അതാണ് അവസ്ഥ. ഇപ്പോൾ ചിയാക്കിയുടെ ഒരു എഴുത്ത് കുനിഷികയ്ക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എവിടെയോ വെച്ച് അവസാനമായിട്ട് ഒന്നുകൂടി കാണണം എന്നാണ് ആ എഴുത്തിലുള്ളത്. അതായത് അവൾ പോകാൻ പോവുകയാണല്ലോ. അപ്പോൾ അതിനു മുമ്പ് കുനിഷികയെ അവസാനമായിട്ട് ഒന്നുകൂടി കാണാൻ വേണ്ടി. ഇപ്പോൾ ആ കത്ത് വായിച്ച ശേഷം എന്തോ ഇങ്ങനെ ചിന്തിച്ചുറപ്പിച്ച് കുനിഷികയെ നിൽക്കുന്നിടത്താണ് നമ്മളുടെ ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഹൈപ്പ് ഒക്കെ ചെയ്ത് നല്ലൊരു സപ്പോർട്ട് തരിക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തു വെച്ചേക്കണേ. സോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ഉടനെ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.